തീയവർ കുലൈ നടുങ്ക. ഒരു ബ്രേക്കിന് ശേഷം തമിഴിലെ ആക്ഷൻ കിങ് അർജുൻ സർജ ഹീറോ ആയി എത്തിയിരിക്കുന്ന സിനിമയാണ് തീയവർ കുലൈ നടുങ്ക. ദുഷ്ടന്മാരൊക്കെ നടുങ്ങട്ടെ അല്ലെങ്കിൽ വിറച്ചു ഭയപ്പെടട്ടെ എന്നതാണ് ഈ സിനിമയുടെ തലക്കെട്ടിൻ്റെ ഒരു ഏകദേശ മലയാള അർത്ഥം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമായാണ് തീയവർ കുലൈ നടുങ്ക എടുത്തിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഇടയ്ക്കിടെ കേൾക്കുന്നതും നാം വാർത്തകളിലൂടെ ഒക്കെ അറിയുന്നതുമായ സീരിയസ് ആയ ഒരു ക്രൈമിനെ ആധാരമാക്കിയാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ അത്യാവശ്യം സസ്പെൻസുകൾ നിറച്ചും ആണ് കഥ പറഞ്ഞു പോയിരിക്കുന്നത്. ഒരു കൊലപാതക രംഗത്തിൽ നിന്നും ആരംഭിക്കുന്ന സിനിമ നായകനിലേക്ക് അതിൻ്റെ ചുമതല എത്തിക്കുന്നു. ഒരു കൂൾ ആൻഡ് സിമ്പിൾ ആയുള്ള പോലീസ് ഓഫീസറായാണ് അർജുനെ ഇവിടെ ദിനേശ് ലക്ഷ്മണൻ എന്ന സംവിധായകൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു കഥ പറച്ചിലിൻ്റെ രീതിയും അങ്ങനെ തന്നെയാണ്. ഒരു ഒതുക്കത്തിലും മിതത്വത്തിലും കഥ പറഞ്ഞു പോകുന്ന എന്നാൽ ബോറടിക്കാത്ത തരം കഥാഗതിയാണ് സിനിമയ്ക്കുള്ളത്. അർജുൻ സർജയുടെ കൂടെ നായികയായി ഐശ്വര്യ രാജേഷ് വേഷമിട്ടിരിക്കുന്നു. അർജുൻ്റെ പേർ അല്ലെങ്കിലും അർജുൻ്റെ മുകളിൽ നിൽക്കുന്ന റോൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം സസ്പെൻസ് എലമെൻറ്റുകൾ ഉള്ള സിനിമയുടെ ഒരു പ്രധാന സസ്പെൻസ് ഇൻ്റർവെൽ ബ്ലോക്കിൽ റിവീൽ ചെയ്യപ്പെടുകയും അതിനുശേഷം അതിനെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള കഥയുടെ ഭാഗങ്ങൾ രണ്ടാം പകുതിയിൽ വരികയും ചെയ്യുന്നു. ഒരു മികച്ച ഹാപ്പി എൻഡിങ്ങോടെ പടം ഫുൾ സ്റ്റോപ്പ് ഇടുകയും ചെയ്യുന്നു. ആക്ഷൻ കിങ്ങിൻ്റെ പടമാണെന്നിരിക്കലും അർജുന് ആക്ഷൻ രംഗങ്ങൾ കുറവാണ്. എന്നാലും സ്റ്റണ്ട് രംഗങ്ങളൊക്കെ തരക്കേടില്ലായിരുന്നു. ലിഫ്റ്റിൽ വച്ചുള്ള ഒരു ഫൈറ്റ് വളരെ നന്നായി തന്നെ തോന്നി. അർജുൻ്റെ ഇവിടുത്തെ ലുക്കും ബോഡി ലാംഗ്വേജും കോസ്റ്റ്യൂമും ഒക്കെ വളരെ നന്നായി തോന്നി. പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ഓട്ടിസം ബാധിച്ച പെൺകുട്ടിയും അവരുടെ അമ്മയായി വന്ന നടിയും വില്ലന്മാരായി വന്ന ഗ്യാങ് സെറ്റപ്പും ഒക്കെ സിനിമയുടെ കഥയുടെ പോക്കിൽ ബോറില്ലാതെ തോന്നി. അമിതമായ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളുടെ ബഹളമോ മറ്റും ഇല്ലാതെയാണ് സിനിമ കഥ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കഥയ്ക്ക് ചേർന്ന തരത്തിലാണ് ഇവിടുത്തെ മേക്കിങ്ങും. പടം ഒരു ഇമോഷണൽ ലോക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് കഥ പറഞ്ഞിരിക്കുന്നതും. പലയിടത്തും ചില കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാമെങ്കിലും അതൊന്നും ഒരു നെഗറ്റീവായി അനുഭവപ്പെട്ടതുമില്ല. വേണ്ട രംഗങ്ങൾ മാത്രം ചേർത്ത് വെച്ച് 2 മണിക്കൂറിൽ തന്നെ പടം തീർത്തു എന്നതും ഒരു പോസിറ്റീവ് കാര്യമായി തോന്നി. അർജുനേക്കാളും ഇമ്പോർട്ടൻസ് മിക്കയിടത്തും ഐശ്വര്യയ്ക്കാണ് ഉണ്ടായിരുന്നത്. അതവർ ഭംഗിയായി തന്നെ ചെയ്യുകയും ചെയ്തു. വമ്പൻ ബജറ്റിൽ ഉള്ളൊരു വമ്പൻ ലൊക്കേഷനുകൾ ഒന്നും തന്നെയുള്ള സിനിമയല്ലിത്. ലൊക്കേഷനുകളൊക്കെ വളരെ കുറവാണ്. സിനിമയുടെ കഥ പറച്ചിലിൻ്റെ ഒരു താളത്തിൽ അതൊന്നും കാര്യമായി വരുന്നുമില്ല. മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഫീൽ ഗുഡ് മൂഡിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സാമൂഹിക വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ശരാശരി രേഖയിൽ നിൽക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാകുന്നു തീയവർ കുലൈ നടുങ്ക. ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ തരക്കേടില്ലാത്ത നല്ല സിനിമ.